വെൽക്കം ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റേഴ്സ് അക്കാഡമി. ഇന്ന് നമ്മൾ വോളിയം എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുവാണ്. വളരെ രസമുള്ളൊരു ചാപ്റ്ററാണ് വോളിയം. നമ്മൾ രണ്ട് ഷേപ്പുകൾ കണ്ടാൽ ആരാണ് വലുത് ഏതാണ് ചെറുത് എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് അതിൻ്റെ വോളിയം ആവശ്യമാണ്. നമ്മൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും വോളിയത്തെക്കുറിച്ച്. നമുക്ക് നേരെ പ്രോബ്ലത്തിലോട്ട് പോകാം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ്, പുതിയ സബ്ജക്റ്റിൻ്റെ വീഡിയോസ് ഇടുന്ന അറിയുന്നതിന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ വയ്ക്കാനുള്ള പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് നേരെ ആദ്യത്തെ പ്രോബ്ലത്തിലോട്ട് പോകാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ ബ്രിക്ക് ആർ 21 cm, 15 cm ആൻഡ് 7 cm. വാട്ട് ഈസ് ദ വോളിയം? ഒരു ബ്രിക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് L ആണ്. എത്രയാണ്? 21 ആണ്. അതേപോലെ ബ്രെഡ്ത്ത് നമുക്ക് B എന്ന് പറയാം, അത് 15 ആണ്. ദെൻ ഹൈറ്റ് എന്ന് പറയുന്നത് 7 cm. നമുക്ക് തൽക്കാലം ഹൈറ്റിനെ H എന്ന് പറയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോളിയമാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വോളിയം ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. നമുക്കിവിടെ ഓരോ വാല്യൂസ് തന്നിട്ടുണ്ട്. ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 21 ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 15 ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 7 ആണ്. സോ ഇത് മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വോളിയം കിട്ടും. അത് മൂന്നും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2205 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. യൂണിറ്റ് എഴുതാൻ മറന്നു പോകരുത്. വോളിയത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് ഇവിടെ. അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ റെക്ടാങ്കുലർ ക്യൂബ് ഓഫ് അയൺ ഈസ് സൈഡ് ഓഫ് 8 cm. വാട്ട് ഈസ് ദിറ്റ്സ് വോളിയം? 1 ക്യൂബ് സെൻറ്റിമീറ്റർ ഓഫ് അയൺ വെയ്റ്റ്സ് 8 gram. വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ലാർജ് ക്യൂബ്? അപ്പോൾ നമുക്ക് അറിയേണ്ടത് ക്യൂബിൻ്റെ പ്രത്യേകത എന്താണെന്നാണ്. ക്യൂബിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്യൂബിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ അതിൻ്റെ ബ്രെഡ്ത്തും ഹൈറ്റും സെയിം ആയിരിക്കും. ലെങ്ത് ഈക്വൽ ടു ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു ഹൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കണത് ഇതിൻ്റെ സൈഡിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 8 cm ആണ്. അപ്പോൾ അത് തന്നെ ആയിരിക്കും ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും. നമുക്ക് വോളിയം കണ്ടുപിടിക്കാം. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ് ഇക്വേഷൻ? വോളിയം ഇസ് ഈക്വൽ ടു ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ പറഞ്ഞേക്കണത് ലെങ്ത്തും 8 ആണ്, ബ്രെഡ്ത്തും 8 ആണ്, ഹൈറ്റും 8 ആണ്. സോ വോളിയം ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു 8 ഇൻറ്റു 8. അത് ചെയ്യുമ്പോൾ നമുക്ക് 512 എന്ന് കിട്ടും. 512 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വോളിയം നമുക്ക് കിട്ടും. ഇനി ഇവർ പറഞ്ഞേക്കണത് 1 ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് അയൺ വെയ്റ്റ് 8 gram. വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ലാർജ് ക്യൂബ്? ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് അയണിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 8 gram ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ക്യൂബിൻ്റെ വെയ്റ്റ് എന്തായിരിക്കും? വെയ്റ്റ് അങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഒന്നിൻ്റെ വെയ്റ്റ് അറിയാമെങ്കിൽ ടോട്ടൽ വെയ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ വോളിയം ഇൻറ്റു ഈ ചെറിയതിൻ്റെ വെയ്റ്റ് എത്ര? 8. 512 ഇൻറ്റു 8 ചെയ്യാം. മനസ്സിലാവുന്നു. ഒരു ക്യൂബിക്കിൻ്റെ വെയ്റ്റ് 8 gram ആണ്. അപ്പോൾ 512ൻ്റെ വെയ്റ്റ് അറിയാനായിട്ട് 512 ഇൻറ്റു 8 ചെയ്യാം. നമുക്ക് എത്ര കിട്ടുമെന്ന് പറഞ്ഞാൽ 4096 gram എന്ന് കിട്ടും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നു. ഒരു ക്യൂബിക്കിൻ്റെ വെയ്റ്റ് 8 ആയതുകൊണ്ട് 512 ക്യൂബിക്കിൻ്റെ കാണാനായിട്ട് 512 ഇൻറ്റു 8 ചെയ്യണം. അത്രേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ഫിഗേഴ്സ് ഷോൺ ബിലോ. ഓൾ ലെങ്ത് ആർ ഇൻ സെൻറ്റിമീറ്റർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഇങ്ങനത്തെ ഒരു ഫിഗർ തന്നിട്ട് നമുക്ക് അതിൻ്റെ വോളിയം കാണാൻ പഠിക്കും. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഈ ഷേപ്പിനെ ഓരോരോ പാർട്ടാക്കുവാണ്. നമുക്കിതൊരു ഈ ഷേപ്പാണ്. നമുക്കിവനെ ഇങ്ങനെ മുറിക്കാം. അപ്പോൾ ഇങ്ങനെ ഞാൻ മുറിച്ചു.
അപ്പോൾ ഈ പീസ് എന്ന് പറയുന്നത് ഞാൻ 1 എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ ഈ ചെറിയ കഷ്ണം ഇതെന്ന് പറയണത് 2 എന്ന് കൊടുത്തു. ഇതെന്ന് പറയണത് 3, ഇതെന്ന് പറയണത് 4. 3 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. ഓക്കെ, ഞാനപ്പോൾ നീളത്തിൽ മുറിച്ചേക്കണേ, ഇങ്ങനെ നീളത്തിലാണ് മുറിച്ചത്. അത് 1, ദെൻ 2, 3, 4. ഇനി നമുക്ക് എന്ത് കാണാം? വോളിയം കാണാം. ഓരോരോ പാർട്ടിൻ്റെ വോളിയം ആയിട്ട് കാണാം. സോ വോളിയം ഓഫ് പാർട്ട് 1. പാർട്ട് 1 എന്ന് പറഞ്ഞാൽ ഏതാ? ഇത്. അതിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. നമുക്കറിയാം വോളിയം V is equal to ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. നമ്മൾ നോർമലി ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യാറില്ല, സ്മോൾ ലെറ്റേഴ്സ് ആണ് അതിന് കാണിക്കുക. അപ്പം നമുക്ക് വോളിയം V is equal to LBH എന്ന് പറയാം. L ഇൻറ്റു B ഇൻറ്റു H. L എന്താണ്? ലെങ്ത്ത്. B എന്താണ്? ബ്രെഡ്ത്ത്. H എന്താണ്? ഹൈറ്റ്. അപ്പോൾ നമ്മൾ പാർട്ട് 1ൻ്റെ വോളിയം കാണാൻ പോണെയാണ്. അപ്പോൾ അതിൻ്റെ വോളിയത്തിൽ നമുക്ക് V1 എന്ന് പറയാം. ലെങ്ത്ത് എത്രയാണ്? 20 ആണ്. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ വീതി, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള വീതി. നമുക്ക് ഇത് ഫുള്ളും 12 ആണ്. ഇവിടം തൊട്ട് ഇവിടം വരെ 12, ഇവിടം തൊട്ട് ഇവിടം വരെ 8 ആണ്. അപ്പോൾ എന്താണ് ഈ ഡിഫറൻസ് എന്ന് പറയുന്നത്? 12 മൈനസ് 8 എത്ര വരും? 4 എന്ന് വരും. മനസ്സിലാവുന്നു? ഇവിടം തൊട്ട് ഇവിടം വരെ 12, ഇവിടം തൊട്ട് ഇവിടം വരെ 8. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? 12 മൈനസ് 8, 4. അപ്പോൾ B നമുക്ക് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. ഹൈറ്റ് എല്ലാത്തിനും സെയിം ആണ്. എത്ര തന്നെയാണ്? 2 ആണ്. ഓക്കെ, സോ 20 ഇൻറ്റു 4 ഇൻറ്റു 2, അത് നമുക്ക് 160 എന്ന് കിട്ടും. 160 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും പാർട്ട് 1ൻ്റെ വോളിയം. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി പാർട്ട് 2ൻ്റെ വോളിയം ഓഫ് പാർട്ട് 2. വോളിയം ഓഫ് പാർട്ട് 2 ഏതാണ്? 2 എന്ന് പറയുന്നത് ഈ പീസാണ്. ഇത് എവിടം തൊട്ട്? ഇവിടം തൊട്ട് ഇവിടം വരെ. അതിനെ നമുക്ക് ഇതുപോലെ തന്നെ പറയാം. ലെങ്ത് എത്രയാണ്? മൊത്തം ലെങ്ത് എത്രയാണ് ഇവിടെ കിടപ്പുണ്ട്? 8 ആണ് കിടപ്പുണ്ട്. അപ്പോൾ ലെങ്ത് 8. ദെൻ ബ്രെഡ്ത്ത്, വീതി എത്രയാണ്? ഇതാ ഇവിടെ ഉണ്ട്, 4. ദെൻ ഹൈറ്റ് അതെന്തായാലും 2 തന്നെയാണ്. അപ്പോൾ 8 ഇൻറ്റു 4 ഇൻറ്റു 2 64 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സെക്കൻഡിൻ്റെ കിട്ടി. ഏതായിരുന്നു സെക്കൻഡ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ മാച്ച പീസാ കുഞ്ഞു കഷ്ണത്തിനാണ് സെക്കൻഡ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് സെക്കൻഡ് കേട്ടോ, മറന്നു പോകരുത്. നോക്കിക്കേ, സെക്കൻഡും ഫോർത്തും ഒരേപോലെ അല്ലേ ഇരിക്കുന്നത്. ഈ 2 കാലുകൾ ഒരേ നീളമല്ലേ. അപ്പം നമുക്ക് എങ്ങനെ പറയാം? V2 is equal to V4. V4 എന്ന് പറഞ്ഞാൽ എന്താ? 4ാമത്തെ ഭാഗം. അതും എത്ര തന്നെ ആയിരിക്കും? 64 തന്നെ ആയിരിക്കും. അത് രണ്ടിനും ഒരേ നീളമാണ്, ഒരേ വീതിയുമാണ്, ഒരേ ഹൈറ്റുമാണ്. അപ്പോൾ ഒരേ വോളിയം എന്ന് കിട്ടും. നമുക്ക് ഈ കുഞ്ഞി കഷ്ണത്തിൻ്റെ വേണം, ഇതിൻ്റെ നടുക്കത്തെ കുനുപ്പ്. നമുക്കതിനെ V3 എന്ന് പറയാം. വോളിയം ഓഫ് ദ തേർഡ് പാർട്ട്. ലെങ്ത് എത്ര? 4. ഹൈറ്റ് ബ്രെഡ്ത്ത് എത്ര? 4. ഹൈറ്റ് എത്ര? 2. മനസ്സിലാവുന്ന? ലെങ്ത്ത് 4, ബ്രെഡ്ത്ത് 4, ഹൈറ്റ് പിന്നെ എപ്പോഴും 2 ആണ്. 4 ഇൻറ്റു 4 ഇൻറ്റു 2. 4 ഇൻറ്റു 4 എന്ന് പറയുന്നത് 16 വരും. 16 ഇൻറ്റു 4 32 എന്ന് വരും. അപ്പോൾ നമുക്ക് എല്ലാ പാർട്ടിൻ്റെയും വോളിയം കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ വോളിയം കാണണം. ടോട്ടൽ വോളിയം കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം കൂടി ആഡ് ചെയ്യണം. സോ ടോട്ടൽ വോളിയം is equal to volume of the first part, volume of the second part, volume of the third part and volume of the fourth part. ഫസ്റ്റ് പാർട്ടിൻ്റെ എത്രയാണ്? 160. സെക്കൻഡ് പാർട്ടിന് എത്രയാണ്? 64. തേർഡ് പാർട്ടിന് എത്രയാണ്? 32. ലാസ്റ്റ് പാർട്ടിന് എത്രയാണ്? 64. എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയാമോ? 320 എന്ന് കിട്ടും. 320 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അതാണ് ഈ ഷേപ്പ് സാധനത്തിൻ്റെ വോളിയം. നമ്മൾ ആദ്യം ഓരോരോ പാർട്ടാക്കി. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. പാർട്ട് 4ഉം പാർട്ട് 2ഉം സെയിം ആണ്. എന്നിട്ടെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്തു. അത്രേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഇത് നമ്മൾ എല്ലാ ചോദ്യങ്ങളും ഒരേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും.
നമ്മൾ വോളിയത്തിന് വി സി ഈക്വൽ ടു എൽ ബി എച്ച് എന്നാണ് എല്ലാ സ്ഥലത്തും പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ആദ്യം ഇക്വേഷൻ പഠിക്കാനും അതായിരിക്കും എളുപ്പം. അപ്പോൾ വോളിയം ബി ഈസ് ഈക്വൽ ടു എൽ ബി എച്ച്, അതായത് എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച്. എൽ ലെങ്ത്ത്, ബി ബ്രെഡ്ത്ത്, എച്ച് ഹൈറ്റ്. ഇനി നമ്മൾ അങ്ങോട്ട് ഈ ചാപ്റ്ററിൽ ഫുൾ സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് വോളിയം ഇസ് ഈക്വൽ ടു ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ് എന്ന് എഴുതുന്നില്ല. അപ്പോൾ എൽ എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കുക, ഇറ്റ്സ് എ ലെങ്ത്. ബി എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ അത് ഹൈറ്റ് ആണ്. നമുക്ക് ഈ ടി എന്ന് പറയുന്ന ഈ ഷേപ്പിൻ്റെ വോളിയം കിട്ടണമെങ്കിൽ നമ്മളതിനെ 2 പാർട്ടായിട്ട് മാറ്റുവാണ്. അപ്പോൾ എളുപ്പത്തിന് 2 പാർട്ട് മാറ്റുന്ന വെച്ചാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു വര വരയ്ക്കാം. ഞാൻ ഇവിടെ ഇങ്ങനെ മുറിക്കുകയാണ്. അത് ടീൻ്റെ മേൽഭാഗം ഒരു കഷ്ണവും ടീൻ്റെ താഴത്തെ ഭാഗം വേറൊരു കഷ്ണവും. നമുക്ക് മേൽഭാഗത്തിന് 1 എന്ന് പറയാം, താഴത്തെ ഭാഗത്തിന് 2 എന്ന് പറയാം. ഇനി കണ്ടുപിടിക്കേണ്ടത് വോളിയം ഓഫ് ദ പാർട്ട് 1ഉം വോളിയം ഓഫ് ദ പാർട്ട് 2. നമുക്ക് എഴുതിയാലോ, വോളിയം ഓഫ് പാർട്ട് 1. നമുക്ക് തൽക്കാലം അതിനെ V1 എന്ന് പറയാം. V1 ഇസ് ഈക്വൽ ടു L1 ഇൻറ്റു ബ്രെഡ്ത്ത് 1 ഇൻറ്റു ഹൈറ്റ് 1. ദെൻ L1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത് ആണ്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം. എത്രയാണ് നീളം? കുറച്ച് സ്ഥലം 6 ആണ്, കുറച്ച് സ്ഥലം 6. അപ്പോൾ 6 6 12. നടുക്കുള്ള ഈ പോർഷൻ എന്ന് പറയുന്നത് 4 ആണ്. മനസ്സിലാവുന്നോ എന്താണ് ഞാൻ പറയുന്നത് എന്നുള്ളത്? ഈ സൈഡ് എന്ന് പറയുന്നത് 6. നമുക്ക് ഈ ഇവിടം തൊട്ട് ഇവിടം വരെ 6, ഇവിടം തൊട്ട് ഇവിടം വരെ 6. ദെൻ അതിൻ്റെ ഇപ്പുറത്തെ ഭാഗം തൊട്ട് ഇപ്പുറത്തെ ഭാഗം വരെ പിന്നെയും 6. അപ്പം മൊത്തം എന്ത് കിട്ടും? 6 + 6 12 ആയി. ഈ നടുക്കൊരു കഷ്ണം വിട്ടുപോയിണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. അപ്പോൾ 6 + 6 12, 12 + 4 എത്ര വരും? 16 വരും. L1 സെപ്പറേറ്റ് എടുത്ത് എഴുതുന്നില്ല ഞാൻ. ദെൻ അടുത്തത് ബ്രെഡ്ത്ത് ആണ്. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ ദൂരം, അത് നമുക്ക് അറിയാം എത്രയാണ്? 4 ആണ്. ദെൻ ഹൈറ്റ്, ഇതിൻ്റെ ഫുള്ളിൻ്റെ ഹൈറ്റ് ഇവിടെ പറഞ്ഞേക്കണം സെയിം ആണ്. എത്രയായിട്ടാണ്? 3 ആയിട്ടാണ്. അപ്പോൾ 3 എന്ന് വരും. എങ്ങനെയാണ് 16 കിട്ടിയെന്ന് മനസ്സിലായല്ലോ അല്ലേ? 6 + 6 + 4. 4 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ? ഈ താഴത്തെ ഭാഗം. 3 എന്താണ്? എല്ലാത്തിനും 3 ആണ് ഹൈറ്റ്. അപ്പോൾ 3. അപ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ 16 × 4 × 3 എന്ന് പറയുന്നത് 192 എന്ന് കിട്ടും. അത്രയും cm³. നിങ്ങൾ മൾട്ടിപ്പിൾ ചെയ്ത് കണ്ടുപിടിക്കുമായിരിക്കും അല്ലേ? മിടുക്കന്മാരല്ലേ നിങ്ങൾ, മിടുക്കികളും. അടുത്തെന്ന് പറഞ്ഞാൽ അടുത്ത പാർട്ടാണ് കേട്ടോ, സെക്കൻഡ് പാർട്ടിൻ്റെ വോളിയം. അപ്പോൾ ഞാൻ എല്ലാം കുത്തി വരച്ച് കൺഫ്യൂഷൻ ആയിക്കൊണ്ട് സെക്കൻഡ് പാർട്ട് കണ്ടാൽ മനസ്സിലാവാനുണ്ടോ? ആദ്യം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഏതാണ് സെക്കൻഡ് പാർട്ട്? ഇതാണ് സെക്കൻഡ് പാർട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? വോളിയം ഓഫ് പാർട്ട് 2. വോളിയം ഓഫ് ദ പാർട്ട് 2 എന്ന് പറയുന്നത് നമുക്കിവിടെ V2 എന്ന് പറയാം. V2 ഇസ് ഈക്വൽ ടു L2 ഇൻറ്റു B2 ഇൻറ്റു H2. ഓക്കെ. അപ്പോൾ L2ന് പകരം എന്ന് പറഞ്ഞാൽ L2 ലെങ്ത് ആണ്. ലെങ്ത് എന്ന് വെച്ചാൽ എന്താ? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം. പക്ഷെ നമ്മൾ തൊട്ടുമ്പോഴത്തെ ഇങ്ങനെ പോർഷൻ ആ ലെങ്ത് എടുത്ത്, അപ്പോൾ ഇവിടെ നമുക്ക് അത് തന്നെ എടുക്കണം നല്ലത്. എത്രയാണ്? 4. അപ്പോൾ L2ന് നമുക്ക് 4 എന്ന് കൊടുക്കാം. B2 എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? ബ്രെഡ്ത്ത് ആയിരിക്കും. അത് നമുക്ക് ഇവിടെ എത്ര? 11 തന്നിട്ടുണ്ട്. 11 ആണ്, എളുപ്പമാണ് 11. ദെൻ ഹൈറ്റ് H2 ആണ്, അത് ഇത് എത്രയാണ്? 3. അപ്പോൾ 4 × 11 × 3 എന്ന് വരും. അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് വെച്ചാൽ 132 cm³ എന്ന് കിട്ടും. ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് മൾട്ടിപ്ലൈ, അല്ലെങ്കിൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ആദ്യം 4ഉം 11ഉം ചെയ്യുക, 44, പിന്നെ × 3 ചെയ്യുക, അപ്പോൾ കിട്ടും. ദെൻ നമ്മൾ ഏകദേശം 2 പാർട്ടിനെ വോളിയം കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ടോട്ടൽ വോളിയം വേണം. സോ ടോട്ടൽ വോളിയം is equal to വോളിയം ഓഫ് ദ പാർട്ട് 1, അത് V1 പ്ലസ് വോളിയം ഓഫ് ദ പാർട്ട് 2 V2. V1 എത്രയാണ്? 192. V2 എത്രയാണ്? 132. 192 പ്ലസ് 132 എന്ന് പറയുമ്പോൾ കൂട്ടുക 324 എന്ന് കിട്ടും. അപ്പോൾ മൊത്തം T ഷേപ്പിൻ്റെ വോളിയം എന്ന് പറയുന്നത് 324 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ചെയ്ത് മനസ്സിലാവുന്നോ? നമ്മൾ ഒന്നാമത്തേന് ഇതിനെ നമ്മൾ പാർട്ട് 1 ആക്കി എടുത്തു, ഇത് പാർട്ട് 2 ആക്കി എടുത്തു. 1ൻ്റെ വോളിയം കണ്ടു, 2ൻ്റെ വോളിയം കണ്ടു. അവിടെ ഈ 16 എടുക്കാൻ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഇതിലൊരു എച്ച് ഷേപ്പിലാണ് തന്നേക്കണേ. എച്ച് ഷേപ്പ് വന്നിട്ട് അതിൻ്റെ വോളിയം കാണാൻ എളുപ്പമാണ്, ഒന്ന് ശ്രദ്ധിക്കണം. അതെന്ന് വെച്ചാൽ നമ്മൾ ഈ എച്ചിനെ മുറിക്കണത് ഇങ്ങനെയാണ്, ഇങ്ങനെ മുറിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ പാർട്ടിന് 1 കൊടുത്ത്, ഈ പാർട്ടിന് 2 കൊടുത്ത്, ഈ കുഞ്ഞി പാർട്ടിന് 3 കൊടുത്ത്, അങ്ങനെ 1 2 3 പാർട്ട് എടുത്താൽ മനസ്സിലായല്ലോ അല്ലേ? ഇനി നമുക്ക് എച്ചിന് 2 കാലുകൾ, അതിൻ്റെ വോളിയം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പം നമുക്ക് പറയാം വോളിയം
വോളിയം ഓഫ് വൺ പാർട്ട് 1 ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് പാർട്ട് 2. 1ഉം 2ഉം മനസ്സിലായല്ലോ അല്ലേ എങ്ങനെയാണ് വന്നേക്കുന്നതെന്നുള്ളത്. ഇനി നമുക്ക് പാർട്ട് 1ൻ്റെ വോളിയം കാണണം. B1 എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ L1 ഇൻറ്റു B1 ഇൻറ്റു H1. L1 എന്ന് പറഞ്ഞാൽ ലെങ്ത്ത്, B1 ബ്രെഡ്ത്ത്, H1 ഹൈറ്റ്. എന്താണ് ലെങ്ത്ത്? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത്ത് എത്രയാണത്? 16 ആണ് ലെങ്ത്ത്. ദെൻ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് വീതി, എത്രയാണത്? 4 ആണ്. ഇനിയുള്ള ഹൈറ്റാണ്, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്. നമുക്ക് ലെങ്ത്ത് 16, ബ്രെഡ്ത്ത് 4, ഹൈറ്റ് 3. അപ്പോൾ 16 × 4 × 3. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയാമോ? 192 എന്ന് കിട്ടും. അത്രയും സെൻറ്റിമീറ്റർ ക്യൂബ്. ഓർത്ത് വെക്കുക, അത് തന്നെയായിരിക്കും സെക്കൻഡ് പാർട്ടിൻ്റെയും വോളിയം. നമ്മളിപ്പോൾ 2 പ്രാവശ്യമായിട്ട് അത് എഴുതണില്ല, ഒറ്റ പ്രാവശ്യം കൊണ്ട് നമുക്കത് കിട്ടും. അതുകൊണ്ട് അത് രണ്ടും ഒന്നാന്ന് നോക്കി എച്ചിൻ്റെ 2 കാലം ഒരേപോലെ ഇരിക്കണം. അല്ല എച്ചിങ്ങനെ ചെരിഞ്ഞിരിക്കും, ചെരിഞ്ഞല്ലോ നേരല്ലേ ഇരിക്കുന്നത്. അപ്പോൾ എച്ചിൻ്റെ 2ൻ്റെ കാലിൻ്റെ നീളം എന്താ? സെയിം തന്നെയാണ്. ഇനി നമുക്ക് ആ കുഞ്ഞി കഷ്ണത്തിൻ്റെ വോളിയം B3, അതിൻ്റെ ലെങ്ത്ത് ശ്രദ്ധിക്കണം. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഈ നീളമാണ്. ഞാൻ റെഡ് കളർ കൊണ്ട് മാർക്ക് ചെയ്ത് കാണിക്കാം. ഈ നീളമാണ് ലെങ്ത്ത്. നമുക്ക് മൊത്തം 16, മേലോട്ട് 6, താഴ്ത്തോട്ടും 6. അപ്പോൾ ഇത് എത്രയായിരിക്കും? 16 ഈ 2 6ഉം കുറക്കണം. 16 6 പോകുമ്പോൾ 10 ആവും, 10 6 പോകുമ്പോൾ 4 ആവും. അപ്പോൾ ലെങ്ത്ത് എത്ര കിട്ടും? 4. ബ്രെഡ്ത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 4, ഹൈറ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 3. 4 അറിയാം, ലെങ്ത്ത് അറിയാം. ഇനി ഈ ഡിഫറൻസ് ആണ് അറിയേണ്ടത്, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓർത്ത് വെക്കുക, 16 നിന്ന് 6 കുറയ്ക്കും, 12 ആവും. 12 നിന്ന് നമ്മൾ 10 ആവും. 10 നിന്ന് നമ്മൾ 6 കുറയ്ക്കും, 4 കിട്ടും. 4 × 4 × 3. 4 × 4 × 3 എന്ന് പറയുന്നത് 48 സെൻറ്റിമീറ്റർ ക്യൂബാണ്. നമുക്ക് 3 പാർട്ടിൻ്റെയും വോളിയം കിട്ടി. ഇനി എന്ത് വേണം? ടോട്ടൽ വോളിയം വേണം. ടോട്ടൽ വോളിയം എങ്ങനെ കാണും? ടോട്ടൽ വോളിയം is equal to V1 plus V2 plus V3. 3 കൂടി കൂട്ടിയാൽ മതി. V1 എന്ന് പറയണത് 192, V2 എന്ന് പറയണത് 192, V3 എന്ന് പറയുന്നത് 48. അപ്പോൾ എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 432 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് കഴിഞ്ഞു. ഇനി ഇത്രയേ ഉള്ളൂ തൽക്കാലം ഈ ചാപ്റ്ററിൻ്റെ പ്രോബ്ലങ്ങളുള്ള ഫസ്റ്റ് പാർട്ടാണിത്. അടുത്ത പാർട്ടിൽ ബാക്കി പ്രോബ്ലങ്ങൾ. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ, സ്പീഡ് കൂടുതലാണെന്നോ ക്ലിയർ ആവുന്നില്ലെന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയണം. നിങ്ങൾക്ക് ഇഷ്ടമായാലും കമൻറ്റ് സെക്ഷനിൽ പറയണം. ഓക്കെ, ഞങ്ങൾ പെട്ടെന്ന് റിപ്ലൈ ചെയ്യും. പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എങ്ങനെ? സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പം തന്നെ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.